പാറ ഇടിഞ്ഞു വീണ അതിഥി തൊഴിലാളി മരിച്ച പത്തനംതിട്ട കോന്നിയിലെ ക്വാറിയുടെ പ്രവർത്തനം നിരോധിച്ചു. അപകടത്തിന് പിന്നാലെയാണ് ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയത്. പാറ ഇടിഞ്ഞു വീഴുന്നതിനാൽ ക്വാറിയിലെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. എ വി ജയശങ്കർ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, വൈകി വരുന്ന തീരുമാനങ്ങളാണിത്. ഈ പാറമടയുടെ ഈ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കുന്നതൊക്കെ ഇപ്പോൾ നാട്ടുകാർ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, അവർ പരാതി പറഞ്ഞതാണ് പല ഘട്ടങ്ങളിൽ. പഞ്ചായത്ത് പക്ഷേ അതിനൊന്നും വഴങ്ങിയില്ല, ഉദ്യോഗസ്ഥർ അതിനൊന്നും വഴങ്ങിയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്താണ് കളക്ടറുടെ നിർദ്ദേശം ഇപ്പോൾ? അതായത് വിജയകുമാർ, ഈ അപകടമുണ്ടായ പശ്ചാത്തലത്തിലാണ് നിലവിൽ ഈ പാറമടയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ എന്ന നിലയിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ അപകടത്തിൽ ഒരു മരണം ഉൾപ്പെടെ സംഭവിച്ചു. ഈ സാഹചര്യത്തിൽ ഈ നാട്ടുകാർക്കും ഒപ്പം തന്നെ പരിസര പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ തന്നെ ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനാൽ തന്നെ ഈ ക്വാറിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാനാണ് നിലവിൽ ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്നത് നിർദ്ദേശം. പോലീസ് ഉൾപ്പെടെ ഉത്തരവ് നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് കളക്ടർ ഇറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അപകടത്തിൽ മരിച്ച ഒഡീഷ സ്വദേശിയെ നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മഹാദേവ പ്രധാൻ എന്ന ഒഡീഷ സ്വദേശിയാണ് കോന്നിയിലെ കോറി അപകടത്തിൽ മരണപ്പെട്ടു എന്ന് നിലവിൽ ജില്ലാ ഭരണകൂടം സ്ഥിരീകരിക്കുന്നത്. മറ്റൊരാൾ ഇപ്പോഴും പാറക്കെട്ടുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനം നാളെ രാവിലെ 7 മണിയോടെ പുനരാരംഭിക്കുമെന്നാണ് ഫയർഫോഴ്സും NDRF-ഉം നിലവിൽ അറിയിക്കുന്നത്. വൈകിട്ടോടുകൂടിയാണ് NDRF സംഘം ഉൾപ്പെടെ സ്ഥലത്തേക്ക് എത്തുന്നത്. പ്രതികൂല കാലാവസ്ഥയും ഒപ്പം തന്നെ ഈ കോറിയിൽ നിന്ന് തുടർച്ചയായി കല്ലുകൾ ഇങ്ങോട്ട് വീഴുന്നതും രക്ഷാപ്രവർത്തനത്തിന് പ്രതിരോധമായി സംഭവങ്ങളായി. അതോടുകൂടി രാത്രിയോടുകൂടി രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് നാളെ 7 മണിയോടുകൂടി പുനരാരംഭിക്കാനാണ് നിലവിലെ തീരുമാനം. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോന്നി പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിനാണ് കേസ്, ആരെയും പ്രതി ചേർത്തിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം ഇതിനോടകം തന്നെ അന്വേഷണം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് തുടർ നടപടികളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ രാവിലെ ആയിരിക്കും ഉണ്ടാകുക. നാട്ടുകാരുൾപ്പെടെ കോറിയുടെ പ്രവർത്തനം സംബന്ധിച്ച ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള പ്രതിഷേധം, അവരുടെ ഒരു രോഷം ജയശങ്കർ, എന്തായാലും ഈ ക്വാറിയുടെ പ്രവർത്തനം നിരോധിച്ചുകൊണ്ട് കളക്ടറുടെ ഉത്തരവ് ഉണ്ടായിട്ടുണ്ട്. അപകടത്തിന് പിന്നാലെയാണ് ഈ ഉത്തരവ് ഇറക്കിയത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ പാറമടക്കെതിരെ, ക്വാറിക്കെതിരെ നാട്ടുകാർ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു, പരാതി നൽകിയിരുന്നു. അതൊന്നും കണക്കിലെടുത്തില്ല, പരിഗണിച്ചില്ല എന്നൊക്കെ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. ഈ അപകടമുണ്ടായി, ഒരു ജീവൻ നഷ്ടമായി, ഒരാളെ കാണാനില്ല ഘട്ടത്തിലാണ് ഇപ്പോൾ ആ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് കളക്ടറുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്.